ഹായ് ഫ്രണ്ട്സ്. ഇപ്പോൾ ഈ കാക്കപ്പൂവുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ ഞാൻ എവിടെയാണ് ഉള്ളതെന്ന്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മാടായി പഞ്ചായത്തിലെ മാടായിപ്പാറയിലാണ്. എല്ലാ വർഷവും ഞാനിവിടെ വരുന്നതാണ്. കഴിഞ്ഞ 2 വർഷം എനിക്ക് ഇവിടെ വന്നപ്പോൾ ഇത്രയും സുലഭമായി വിരിഞ്ഞു നിൽക്കുന്ന കാക്കപ്പൂവുകളെ കാണാൻ പറ്റിയില്ല. മാടായിപ്പാറ അങ്ങനെയാണ്. എത്രയോ ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു വലിയ പാറ എന്ന് പറഞ്ഞാൽ പാറ എന്നല്ല, ഒരു വലിയ സാമ്രാജ്യം എന്ന് വേണം പറയാൻ. ഇത്തവണ ഈ കാക്കപ്പൂവുകളുടെ ഈ സാമ്രാജ്യം കണ്ട് ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. കാരണം പാറ മുഴുവൻ നീലപ്പൂക്കളാൽ ഒരു വലിയ പരവതാനി വിരിച്ചിരിക്കുന്നത് പോലെ തോന്നും. പാറയുടെ മധ്യത്തിൽ നിൽക്കുമ്പോൾ ചുറ്റിലും നീലപ്പൂക്കൾ കണ്ട് മനസ്സും കണ്ണും കുളിർക്കും. മാടായിപ്പാറയുടെ നിറം ഓരോ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഓണക്കാലം വരുമ്പോൾ ഇത് നീലയാകും. മഴ തുടങ്ങിയാൽ മാടായിപ്പാറ പച്ച പുതക്കും. ജൂലൈ അവസാനത്തോടെ കാക്കപ്പൂക്കൾ വിരിഞ്ഞ് പിന്നീട് 1 മാസത്തോളം മാടായിപ്പാറയിൽ നീലപ്പൂക്കൾ വിരിഞ്ഞ് നിറഞ്ഞങ്ങനെ നിൽക്കും. ഇത്രയും പൂത്തു നിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു പ്രധാന സ്ഥലമാണ് മാടായിപ്പാറ. വേനൽക്കാലത്ത് കാരിപ്പുല്ലുകൾ നിറയും. അത് കഴിഞ്ഞാൽ കറുത്ത പാറക്കൂട്ടമാകും. മഴക്കാലത്ത് വീണ്ടും തളിരിടും. പിന്നെ കാക്കപ്പൂ നിറയും. സെപ്റ്റംബറോടെ വെള്ള നിറത്തിൽ ചൂതുപൂവ് മാത്രമായിരിക്കും ഇവിടെ. അപൂർവമായി മാത്രം കാണുന്ന കൃഷ്ണപ്പൂവും മാടായിപ്പാറയുടെ സൗന്ദര്യമാണ്. ഇരപിടിയൻ സസ്യങ്ങളും ഇവിടുത്തെ പ്രത്യേകതയാണ്. മാടായിപ്പാറയുടെ പരിസരങ്ങളിൽ താമസിക്കുന്ന ആളുകളോട് ഞാൻ ഇടയ്ക്കിടെ വിളിച്ചു ചോദിക്കും, കാക്കപ്പൂ വിരിഞ്ഞോ വിരിഞ്ഞോ എന്ന്. അത്രമാത്രം നെഞ്ചിലേറ്റി നടക്കുന്ന ഒരാളാണ് ഞാൻ. ഇളം കാറ്റിൽ ഈ പൂക്കൾ ഇങ്ങനെ ആടി ഉലയുന്നത് കാണുമ്പോൾ അവ നൃത്തം ചെയ്യുകയാണോ എന്ന് തോന്നിപ്പോകും. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു നീലപ്പട്ടുടുത്ത ഒരു സുന്ദരിയെപ്പോലെ തോന്നും. മാത്രമല്ല, നമ്മളിങ്ങനെ ഈ കാക്കപ്പൂവുകളുടെ ഇടയിലൂടെ നടക്കുമ്പോൾ ദൂരെ നിന്ന് പല പക്ഷികളുടെയും ശബ്ദം ഇങ്ങനെ കേൾക്കാം. മയിലും വേഴാമ്പലിൻ്റെയൊക്കെ സാമ്യമുള്ള ശബ്ദങ്ങളും പിന്നെ ചെറിയ പക്ഷികളുടെ കളകൂജനവും ഒക്കെ ഇവിടെ ഒരു സംഗീതമേള നടക്കുന്നത് പോലെ അനുഭവപ്പെടും. ഇത്തവണ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് സ്വപ്നയും സ്വപ്നയുടെ സഹോദരി ചേച്ചി ഗീത ചേച്ചിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ പാറയുടെ മധ്യത്തിലാണ് നമ്മളുള്ളത്. മാത്രമല്ല സൂര്യൻ്റെ ചൂടും. പക്ഷേ കാക്കപ്പൂവുകളുടെ ഈ വയലിൽ കാക്കപ്പൂവുകൾ ഒന്നും അറിയാത്തതുപോലെയാണ്. മാത്രമല്ല ഈ കാക്കപ്പൂവുകളുടെ ഇടയിലൂടെ നടക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും. ഇതിനെ ചവിട്ടാതെ വേദനിപ്പിക്കാതെ നടക്കണം തോന്നും. അതുകൊണ്ട് നമ്മൾ അധികം പൂക്കളില്ലാത്ത സ്ഥലത്തുകൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. വാഹനങ്ങൾ പോകുന്ന റോഡിന് വളരെ ദൂരെയായിട്ടാണ് ഇഷ്ടം പോലെ പൂവുകൾ വിരിഞ്ഞു നിൽക്കുന്നത്. ചിലപ്പോൾ ആളുകൾ വന്ന് ചവിട്ടിയത് കൊണ്ടായിരിക്കാം ഈ പരിസരത്തൊക്കെ പൂവുകൾ അത്രയധികം വിരിഞ്ഞിട്ടില്ല. കാക്കപ്പൂ വിരിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് അവിടെ പരിസരത്തുള്ള ആളുകളൊക്കെ ഈ പാറയിൽ വെറുതെ വരും. കാരണം അത്ര ഒരു ഇളം കാറ്റൊക്കെ ആയി അത്രയും രസമുള്ള ഒരു സുഖകരമായ ഒരു കാലാവസ്ഥയാണ്. നല്ല വെയിലുണ്ട്, പക്ഷേ എന്നാലും ഈ ഒരു നേരിയ തണുപ്പും അനുഭവപ്പെടും. നമ്മൾ പാറയുടെ ചുറ്റിലും നിന്ന് നോക്കുമ്പോൾ തന്നെ ഭയങ്കരമായ സന്തോഷം തോന്നും. ഇന്ന് കർക്കിടകം 16 ഈ പാറയുടെ ഒരു അറ്റത്താണ് മാടായി കാവ് സ്ഥിതി ചെയ്യുന്നത്.
മാടായിക്കാവിൽ ഇന്ന് മാരിത്തെയ്യങ്ങൾ ഇറങ്ങുന്ന ദിവസമാണ്. ഇവിടെ വന്ന് തെയ്യങ്ങളൊക്കെ കണ്ടു. പിന്നെ നേരെ ഇങ്ങോട്ട് പോന്നു. ഇത് കണ്ടില്ലേ, ഈ പാറ മുഴുവൻ നീല നിറം പറ്റി പിടിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു. ദൂരെയായി കാണാൻ അതിമനോഹരമാണ് പാറ. പിന്നെ ചെറിയ 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 വെള്ളമൊക്കെ കെട്ടിക്കിടന്ന് ചെറിയൊരു തോട് പോലെയുള്ള സ്ഥലങ്ങളും കാണും. ഈ മാടായിപ്പാറയ്ക്ക് വേറൊരു വിശേഷമുണ്ട് കേട്ടോ. ഇവിടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഒരിക്കലും വറ്റാത്ത ഒരു കുളവുമുണ്ട്. മാടായിപ്പാറയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു വലിയ ഒരു രാജ്യം തന്നെ പറയാം. ഒരു സ്ഥലത്ത് പണ്ട് കാലത്ത് കോട്ടയുണ്ടായിരുന്നു. പിന്നെ ജൂതന്മാരുടെ താമസ സ്ഥലം. അവർ അവിടെ ചതുര കുളമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ മാടായിപ്പാറയിൽ ഉണ്ട്. ഒരു ഭാഗത്ത് മാടായിക്കാവ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഓരോ ഭാഗത്ത് ക്യാമറയും തൂക്കി നടക്കുന്നത് കാണാം. നമ്മളൊരു ഓട്ടോ പിടിച്ച് കുറച്ച് ദൂരം യാത്ര ചെയ്തു. അപ്പോൾ നമ്മൾ ഓട്ടോവിൻ്റെ ഡ്രൈവറോട് പറഞ്ഞു, ഈ കാക്കപ്പൂകൾ വിരിഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് നമ്മളെയും കൊണ്ടുപോകണമെന്ന്. കാരണം ഈ റോഡിൻ്റെ ഇരുവശത്തും അധികം കാക്കപ്പൂക്കൾ കാണാനില്ല. ഉള്ളോട്ടുള്ള റോഡിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ കട്ട പിടിച്ച് കാക്കപ്പൂ ഇങ്ങനെ നീല കളറിൽ ഇങ്ങനെ കാണാം. ഓട്ടോ ഡ്രൈവർ പറഞ്ഞു, ഒരു വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇവിടെ സന്ദർശകരുടെ ഭയങ്കര തിരക്കാണത്രേ. ഇത് കുറേ സ്ത്രീകളൊക്കെ അവിടെ അങ്ങോട്ട് പോകുന്നുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് കാക്കപ്പൂകൾ മാത്രം കാണിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കാക്കപ്പൂകളുടെ കൂടെ വെളുത്ത പൂക്കളും ഉണ്ട്. അപ്പോൾ നമ്മൾ വളരെ വളരെ ഈ തറയിലൂടെ ഇങ്ങനെ പറ്റി നിൽക്കുന്ന പൂക്കളാണ്. അപ്പോൾ നമ്മൾ വളരെ കുനിഞ്ഞ് ഇരുന്നും ഒക്കെ വേണം ഈ ഫോട്ടോസൊക്കെ എടുക്കാൻ. എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങൾ കുറച്ച് സമയം വന്ന് ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സൊക്കെ ഒന്ന് ഫ്രഷായി വളരെ ശാന്തമാവും. ഈ മാടായിപ്പാറയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇവിടെയുള്ള ഓരോ മൺതരിയും ഓരോ കഥ പറഞ്ഞു തരും. ചെവി ഓർത്ത് നിന്നാൽ ഒരുപാട് കഥകൾ നമ്മൾക്ക് കേൾക്കാം. ചരിത്ര കഥകൾ, ടിപ്പുവിൻ്റെയും മാടായിക്കാവിലെ ദേവിയുടെയും പിന്നെ കുറേ ജൂതന്മാരുടെയും ഒക്കെ കഥകൾ നിങ്ങൾക്ക് കേൾക്കാം. അത്രമാത്രം കഥകളുണ്ട് ഈ മാടായിപ്പാറയ്ക്ക്. ഇതിൻ്റെയൊക്കെ കൂടെയാണ് ഈ ജൂൺ മാസങ്ങളിൽ വിരിഞ്ഞു തുടങ്ങുന്ന കാക്കപ്പൂവുകളുടെ കഥകൾ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വരണം. ഇനി പക്ഷേ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞാൽ പൂവുകളൊക്കെ കൊഴിഞ്ഞു പോയേക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓണത്തിന് മുമ്പേ വരേണ്ടിയിരിക്കുന്നു. കണ്ണൂരിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ മാടായിപ്പാറയിലേക്ക് വരുന്ന ബസ്സുകളുണ്ട്, അതിൽ കയറിയാൽ മതി. ഇവിടെ ബസ് സ്റ്റോപ്പുണ്ട്. ഇവിടെ നിന്നിറങ്ങിയാൽ നിങ്ങൾക്ക് കാണാം ചുറ്റിലും കാക്കപ്പൂ വിരിഞ്ഞു നിൽക്കുന്ന നീല പാറ. കർക്കിടകം പകുതിയാവുമ്പോഴേക്ക് കാക്കപ്പൂ ഓരോന്നായി വിരിയാൻ തുടങ്ങും. പിന്നെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇവ നിറഞ്ഞു നിൽക്കും. എല്ലാ പ്രാവശ്യവും വരുമ്പോഴും എൻ്റെ ചെറിയ മകൾ കൂടെ ഉണ്ടായിരിക്കും. ഇത്തവണ അവൾക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത വർഷവും എനിക്ക് ഈ കാക്കപ്പൂ വസന്തം കാണാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. ഇത്തവണ ഇഷ്ടംപോലെ കാക്കപ്പൂവുകൾ വിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരാം. ഈ പൂത്ത് നിൽക്കുന്ന നീല വസന്തം കാണാൻ നിങ്ങളെല്ലാവരെയും മാടായിപ്പാറയിലേക്ക് ക്ഷണിക്കുന്നു.